Hi, hello, this is Oily Hair and welcome back to our channel. ഞാൻ കൂടുതൽ ഓയിലി സ്കിൻ റിലേറ്റഡ് ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഒരുപാട് പേര് കമൻസിൽ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ് എത്ര ഹെയർ കൊഴിയുന്നതാണ് നോർമൽ ആയിട്ടുള്ള കാര്യം, എനിക്ക് എത്ര ഹെയർ ആണ് കൊഴിയാറ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്ര ഹെയർ ഫോൾ ആണ് നോർമൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓരോ ആൾക്കാരെ അനുസരിച്ച് ഈ ഹെയർ ഫോൾ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കും. എങ്കിലും നമുക്കൊരു ആവറേജ് കണക്കെടുക്കുമ്പോൾ ഇത്ര ഹെയർ ഫോൾ കൂടുതലാണ് എന്ന് നമുക്ക് എന്തായാലും പറയാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് ഒരു ദിവസം ഒരു 20 മുടി വരെയൊക്കെ കൊഴിയുന്നത് വളരെ നോർമലാണ്. അത്രത്തോളം മുടിയൊക്കെ കൊഴിയാം. ഈ മുടി കൊഴിയുക എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള കൊഴിച്ചിലല്ല, നമ്മൾ അല്ലാണ്ട് മുടിയിലൊക്കെ പിടിക്കുമ്പോഴോ മുടി ചെയ്യുമ്പോഴോ ഒക്കെ കൊഴിയുന്ന ആ ഒരു കൊഴിച്ചിലാണ് ഒരു 20 വരെ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ നോർമലാണ്. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ഒരു ഹെയർ ഫോൾ എന്നുള്ള റേഞ്ചിലോട്ട് പോകുന്നത്. അല്ലാണ്ട് ദിവസം ഒരു മുടി 2 മുടി കൊഴിയുന്നു എനിക്ക് ഹെയർ ഫോൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. നോർമലി ഹെയർ ആയാൽ കൊഴിയും, അത് ഹെയറിന്റെ നേച്ചറാണ്. 20 കൂടുതലുണ്ടെങ്കിൽ നമ്മളത് ഹെയർ ഫോൾ കാറ്റഗറിയിലോട്ട് വരത്തത്തുള്ളൂ. അതും ഒരുപാട് അങ്ങ് കൊഴിയാണെങ്കിലാണ് ഇന്റൻസ് ഹെയർ ഫോൾ ക്രിട്ടിക്കലായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട കണ്ടീഷനൊക്കെ ആവുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം 20 കൂടുതൽ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് കൊഴിയുന്നത്, എപ്പോഴാണ് കൊഴിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുടി ചീകാൻ നേരം അല്ലെങ്കിൽ നമ്മൾ മുടി ഉടക്കിറക്കുന്ന നേരമൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ നമ്മൾ മുടിയിൽ തൊടുന്നത്. ഈ സമയത്തൊക്കെ നമുക്ക് 20 കൂടുതൽ മുടി ഒരു ദിവസം കൊഴിയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഹെയർ കെയർ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് നല്ലൊരു ഹെയർ പാക്ക് ഇട്ടാൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും, നോർമലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ മുടി കൊഴിയുന്നത് മുടിയുടെ ലെങ്തും കൂടെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് വലിയ മുടി കൊഴിച്ചിൽ വരാൻ സാധ്യതയില്ല. കാരണം ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ലെങ്തിലോട്ട് ഉടക്ക് കെട്ടിയിട്ട് പെട്ടെന്ന് മുടി കൊഴിയാനുള്ള ടെൻഡൻസി കൂടും. അത് മാത്രമല്ല ലെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ മുടി കൂടുതൽ ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതൊക്കെ കൊണ്ട് തന്നെ മുടി പെട്ടെന്ന് കൊഴിയുകയും ചെയ്യും. അതുകൊണ്ട് മുടിക്ക് ലെങ്ത് ഉള്ളവർ ഒരു 20 എന്ന് പറയുന്ന നമ്പർ ഒരു 30-35 വരെയൊക്കെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതുപോലെ തന്നെ ലെങ്ത് ഉള്ളവരെ മുടി കൊഴിയുന്ന സമയത്ത് ഒരു 2-3 മുടിയൊക്കെ കൊഴിഞ്ഞാൽ തന്നെ നമ്മൾ കയ്യിലോട്ട് എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് മുടിയായിട്ട് നമുക്ക് തോന്നും, നല്ല ലെങ്ത് ഉള്ളത് കാരണം. ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്ര മുടിയാണ് കൊഴിഞ്ഞെന്ന് പറയാൻ പറ്റും. ലെങ്ത് ഉള്ളവരെ മുടി ഒരു 5 മുടിയൊക്കെ കൊഴിയുമ്പോൾ തന്നെ അത് ഒരുപാട് മുടിയായിട്ട് നമുക്ക് തോന്നിക്കും. അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ മുടി കൊഴിച്ചിലുണ്ടോ ഇല്ലയോ എന്ന് അവനവൻ തന്നെ ഒന്ന് തീരുമാനിക്കണം. ഒരു 50 മുടി വരെയൊക്കെ ഡെയിലി ഈ തല ചീകുന്ന സമയത്ത് അല്ലെങ്കിൽ തൊടുന്ന സമയത്തൊക്കെ ഒരു ദിവസം കേട്ടോ, അല്ലാണ്ട് ഒരു സമയത്തല്ല ഞാൻ പറയുന്നത്, ഒരു ദിവസം മൊത്തത്തിൽ ഒരു 50 മുടി അങ്ങനെ കൊഴിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹെയർ കെയർ, ചെറുതായിട്ടുള്ള ഹെയർ കെയർ, ഹെയർ പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഫുഡും ഒരു നല്ല ന്യൂട്രീഷ്യസ് ഫുഡായിട്ടുള്ള ഒരു ഡയറ്റൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഹെയർ ഫോൾ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 50 കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത്ര കാര്യങ്ങൾ മാത്രം ഈ ആവറേജിലെ മുടി കൊഴിച്ചിൽ ഉള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ആവറേജ് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ തന്നെ കുളിക്കുമ്പോൾ വരുന്ന മുടി കൊഴിച്ചിലെ വ്യത്യാസങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. സാധാരണ കുളിക്കുമ്പോൾ എത്ര മുടി പോകാറുണ്ട്, ഷാമ്പൂ ഇട്ട് കുളിക്കുമ്പോൾ എത്ര മുടി പോകാറുണ്ട്, ഹെയർ പാക്ക് ഇടുമ്പോൾ എത്ര മുടി പോകാറുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ ആദ്യം സാധാരണ കുളിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മുടി കൊഴിയും. സാധാരണ ചെയ്യുമ്പോൾ എത്ര മുടി കൊഴിയും, അതിൽ നിന്നും ഒരു 2% അല്ലെങ്കിൽ കുറച്ചൊരു ഇച്ചിരി കൂടുതൽ മുടി നമുക്ക് കുളിക്കുമ്പോൾ കൊഴിയും. അത് സ്വാഭാവികമാണ്. അവനവൻ്റെ ലെവൽ അനുസരിച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ചീകുന്ന സമയത്ത് ഒരുപാട് മുടി അങ്ങ് കൊഴിയാറില്ല. പക്ഷെ കുളിക്കുമ്പോൾ ആ ചീകുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മുടി കൊഴിയാറുണ്ട്. ഇതേ സംഭവം തന്നെ നമ്മൾ ഷാമ്പൂ ഇട്ട് കുളിക്കുന്ന സമയത്ത് എത്ര മുടിയാണോ സാധാരണ കുളിക്കുമ്പോൾ കൊഴിയുന്നത് അതിൻ്റെ ഒരിരട്ടി നമുക്ക് ഷാമ്പൂ ഇട്ട് കുളിക്കുമ്പോൾ ഉറപ്പായിട്ടും കൊഴിയും. ഹെയർ മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ ഈ ഷാമ്പൂ ഇട്ടതിൻ്റെ അത്ര നമുക്ക് കൊഴിയത്തില്ല. നമ്മൾ സാധാരണ കുളിക്കുന്നതിൻ്റെയും ഷാമ്പൂ ഇട്ട് കുളിക്കുന്നതിൻ്റെയും നടുക്കായിട്ട് ഒരു ലെവലിനായിരിക്കും ഹെയർ മാസ്ക് ഇടുമ്പോൾ കൊഴിയുന്നത്. ഷാമ്പു ഇടുന്ന ലെവലിന് ഉള്ള കൊഴിച്ചിലും നോർമലാണ്, കുഴപ്പമില്ല. ഷാമ്പു ഇടുമ്പോൾ മുടി കൊഴിയുന്നതും വളരെ നോർമലാണ്, അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ സാധാരണ കുളിക്കുമ്പോൾ കൊഴിയുന്നതിൻ്റെ കൂടുതൽ, അതിൻ്റെ ഒരുപാട് കൂടുതൽ ഷാമ്പു ഇടുമ്പോൾ കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷാമ്പു വേറെ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു നോക്കണം. അതുപോലെ തന്നെയാണ് ഹെയർ പാക്കിൻ്റെ കാര്യവും. ഷാമ്പു ഇടുന്നതിൻ്റെ ഒരുപാട് കൂടുതലാണ് അല്ലെങ്കിൽ സാധാരണ കുളിക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒത്തിരി അങ്ങ് കൂടുതലാണ് ഹെയർ മാസ്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ കുളിക്കുമ്പോൾ ഒരുപാട് മുടി കൊഴിയുന്നതെങ്കിൽ നിങ്ങൾ ആ ഹെയർ മാസ്ക് പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിനകത്തുള്ള ഏതോ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുന്നില്ല എന്നാണ് അർത്ഥം. ഇത്ര കാര്യങ്ങളാണ് ആവറേജിലെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ കുളിക്കുമ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്തപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒരു തവണ മുടി ചീകുന്ന സമയത്ത് ഇത്ര മുടിയാണ് കൊഴിയാറ്. കാണാവോ എന്ന് എനിക്കറിയത്തില്ല, കാണിച്ചു തരാം.
ഇത്ര മുടിയാണ് എനിക്ക് ഒരു പ്രാവശ്യം കൊഴിയുന്നത്, ഒരു പ്രാവശ്യം മുടി ചീകുമ്പോൾ കൊഴിയുന്നത്. ഇത് നോർമലാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ഇത്ര മാത്രം തന്നെയാണോ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര മുടിയെ കൊഴിയത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ചെയ്യുമ്പോൾ മുടിയേ കൊഴിയാറില്ല, ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇത്രയും കൊഴിയും, ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും കൂടുതൽ കൊഴിയും. എങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരം നമ്മുടെ മുടിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു ഐഡിയ കാണുമല്ലോ ഇത്രയാണ് എൻ്റെ ഒരു ദിവസത്തെ മുടി കൊഴിച്ചിലെന്ന്. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഉള്ളത് നോർമലാണോ, എനിക്കിപ്പോൾ ഹെയർ ഫോൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഹെയർ ഫോൾ ഇച്ചിരി കൂടുന്നുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലാവും, എനിക്ക് ഡെയിലി കൊഴിയുന്നതെന്ന് എക്സ്ട്രാ കൊഴിയുന്നെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷനിൽ പോയാൽ മതി. ഇത്രയാണ് കൃത്യം അളവെന്നും പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല, ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. ഷാമ്പു ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ നിന്ന് കൂടുതൽ മുടി കൊഴിയാറുണ്ട്. ഷാമ്പു ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ നിന്നും നന്നായിട്ട് കൊഴിയാറുണ്ട്. ഒരു ഇത്ര അളവിനൊക്കെ കൊഴിയാറുണ്ട്. ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഇതിൽ നിന്ന് ഇത്ര അളവിനൊക്കെ എനിക്ക് ഷാമ്പു ചെയ്യുമ്പോൾ കൊഴിയാറുണ്ട്. ഹെയർ മാസ്ക് ഇട്ടിട്ട് കഴുകുന്ന സമയത്ത് അത്രത്തോളം എനിക്ക് കൊഴിയാറില്ല. പൊതുവേ എനിക്ക് ഹെയർ മാസ്ക് ഒന്നും സ്യൂട്ട് ആവാത്ത ടൈപ്പ് ഹെയർ അല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് കണ്ടുവരാറില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല, ചിലവർക്ക് ചില ഹെയർ മാസ്ക് ഒന്നും ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. ഇനി പ്രശ്നം മാത്രം പോരല്ലോ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനും കൂടെ വേണ്ടേ. അപ്പോൾ ഈ ആവറേജ് ആയിട്ട് മുടിയൊഴിച്ചിലുള്ള ആൾക്കാർക്കുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് മുടി ചീകുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം മുടിയിലിട്ട് ചീകുന്നത് ഒഴിവാക്കുക. രാവിലെ എണീറ്റ് മുടി ചീകി ഉടക്കറുത്തിട്ട് കെട്ടിവെക്കുക, വൈകിട്ട് വരെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേക്കുന്ന സമയത്ത് കുറച്ച് മുടി കൊഴിയും, അത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോഴും കുറച്ച് മുടി കൊഴിയും. മുടിയൊക്കെ നന്നായിട്ട് കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ചീകിയിട്ട് കെട്ടിവെക്കുക. ഇത്ര ചീകൽ മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം ചെയ്താൽ മതി. അതിൽ കൂടുതലുള്ള ഇടയ്ക്കിട്ടുള്ള ഡെക്കറേഷൻ പരിപാടികളൊന്നും ചെയ്യാൻ. പിന്നെ ഉള്ളൊരു സൊല്യൂഷനാണ് ഹെയർ മാസ്കുകൾ. ഞാൻ തന്നെ ഒരുപാട് ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള ഹെയർ മാസ്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ചെയ്തേക്കും, ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഒരെണ്ണം മാത്രം ഇട്ടാൽ അതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഹെയർ ഫോൾ ആണ് നിങ്ങളുടെ പ്രൈമറി പ്രശ്നമെങ്കിൽ നിങ്ങൾ ഹെയർ ഫോളിനുള്ള ഹെയർ മാസ്ക് ആദ്യം ഇടുക. ഡാൻഡ്രഫ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഡാൻഡ്രഫിനുള്ള ഹെയർ മാസ്ക് ആദ്യം ഇടുക. ഒരു പ്രശ്നം മാറ്റിയിട്ട് അടുത്ത പ്രശ്നം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതിനൊരു റിസൾട്ട് കിട്ടത്തുമില്ല. ഓരോന്നോരോന്നായിട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരാഴ്ച 2 മാസ്ക്, ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ ഒരാഴ്ച 3 പ്രാവശ്യം ഡാൻഡ്രഫിൻ്റെ ഹെയർ മാസ്ക് ഇടുക. അങ്ങനെ 2 ആഴ്ച ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡാൻഡ്രഫിന് നല്ല വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹെയർ മാസ്ക് സക്സസ്ഫുൾ ആണ്. നിങ്ങളപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വയ്ക്കൊണ്ടിരിക്കുക. എവിടെ വെച്ചാണോ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയുന്നത് ആ പോയിന്റ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോളിനുള്ള ഹെയർ മാസ്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഈ ഡാൻഡ്രഫ് കാരണമായിരിക്കും ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഹെയർ ഫോൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത്. ഇനി ഹെയർ ഫോൾ മാത്രമാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഹെയർ ഫോളിനുള്ള ഒരു മാസ്ക്, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഒരുപാട് മാസ്ക്, അതിൽ ഏതെങ്കിലും ഒരു മാസ്ക് എടുത്തിട്ട് നിങ്ങൾ 1 വീക്ക് 2 പ്രാവശ്യം ആ മാസ്ക് തന്നെ യൂസ് ചെയ്യുക. ആദ്യത്തെ ആഴ്ച ആ ഒരു മാസ്ക് തന്നെ നിങ്ങൾ 2 പ്രാവശ്യം യൂസ് ചെയ്യുക. അടുത്ത ആഴ്ച ഹെയർ ഫോളിനുള്ള വേറൊരു മാസ്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യുക. അതിൻ്റെ അടുത്ത ആഴ്ച ഹെയർ ഫോളിനുള്ള വേറൊരു മാസ്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യുക. അങ്ങനെ മാസ്ക് മാറ്റി മാറ്റി ആഴ്ച തോറും നമ്മൾ ഹെയർ മാസ്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹെയർ ഫോളിനുള്ള മാസ്ക് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരേ മാസ്ക് അല്ല, മാറ്റി മാറ്റി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസ്ക് നല്ല എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പറ്റുന്ന മാസ്ക് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെ 1 മാസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക. പക്ഷേ 1 മാസം മാത്രമേ ഒരു മാസ്ക് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ആ മാസ്ക് തന്നെ ജീവിതകാലം മൊത്തം റിപ്പീറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ എഫക്റ്റ് പോകും. മാസ്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരുന്നാലേ അതിൻ്റെ എഫക്റ്റ് എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. നിങ്ങളിങ്ങനെ ഹെയർ ഫോളിനുള്ള മാസ്ക് മാറ്റി മാറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു 3 മാസം വരെ. 1 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോളിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവേണ്ടതാണ്. 3 മാസം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു വ്യത്യാസം തന്നെ ഹെയർ ഫോളിനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന മെത്തേഡ് സക്സസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. വേറെ എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു ന്യൂട്രീഷണൽ ഡയറ്റും കൂടെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇല്ല, നിങ്ങൾക്ക് ഈ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു ചേഞ്ചും ഇല്ല, 1 മാസം ചെയ്യുമ്പോൾ പോലും ഒരു ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻറ്റേർണലി എന്തോ പ്രോബ്ലം ഉണ്ടോ, ഹോർമോണൽ ഇഷ്യോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, നമ്മൾ വിറ്റമിൻസിൻ്റെയോ ഒക്കെ കുറവ് കാണാം, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ചെക്കപ്പ് ചെയ്യുക.
ഇത്രയാണ് ആവറേജ് ആയിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇന്റൻസ് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണ്. നമുക്ക് തൊടുമ്പോൾ ഇന്റൻസ് ഹെയർ ഫോൾ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ ചീകുന്ന കാര്യം, ഉടക്കിറക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചീകുമ്പോൾ തന്നെ ചീപ്പ് നിറയെ മുടി വരികയാണ്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉടക്കിറക്കുമ്പോൾ തന്നെ കയ്യിൽ നിറയെ ഇങ്ങനെ മുടി വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്റൻസ് ഹെയർ ഫോൾ ഉള്ള ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മാസം ഒന്ന് നാച്ചുറൽ റെമഡീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു മാസം മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് ഒരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഒരുപാട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരെ കൊണ്ട് ഒരുപാട് മാസ്കുകളൊന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. 2 തന്നെ അവർക്ക് കൂടുതലാണ്. അപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം ഹെയർ ഫോളിനുള്ള മാസ്ക് ട്രൈ ചെയ്യും. ഈ ഒരു മാസത്തിന് ശേഷം ഈ വലിയൊരു ഹെയർ ഫോളിന് യാതൊരു രീതിയിലുള്ള ചേഞ്ചും ഇല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അല്ലാണ്ട് അപ്പോഴും ഹോം റെമഡി എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നിങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ മുടി കൊഴിഞ്ഞാൽ മൊട്ടയാവും, അതാണ് സത്യം. കാരണം ഇപ്പം നമ്മൾ ഒരു പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം അനുസരിച്ചിട്ട് വേണ്ട എക്സ്പെൻസ് വരാൻ, അത് ടാലി ആയി പോയാലേ നമ്മുടെ കയ്യിൽ പൈസ സേവിങ്സ് കാണത്തുള്ളൂ. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം. നമുക്ക് എത്ര മുടി കൊഴിയുന്നുണ്ടോ അത്ര മുടി അതിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രാ മുടി നമുക്ക് കിളിർക്കണം, അല്ലെങ്കിൽ കൊഴിഞ്ഞ മുടി അത്രയെങ്കിലും നമുക്ക് കിളിർത്ത് വരണം, എന്നാലേ നമ്മുടെ തലയിൽ മുടി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് കിളിർക്കുന്നതിന് കൂടുതൽ മുടികൾ കൊഴിഞ്ഞോണ്ടേ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണാം. നിങ്ങൾക്ക് അത്രയ്ക്കും എന്തോ ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത് കാരണം ആയിരിക്കും ഉറപ്പായിട്ടും അങ്ങനെ അത്രയും വലിയൊരു ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതലും കാണാറുണ്ട്, ഇപ്പം നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് വേറെ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി വേറെ വെള്ളം മാറി നമുക്ക് മുടി കൊഴിച്ചിൽ വന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ ഒരു വെള്ളം മാറിയത് കൊണ്ടിട്ടല്ല നമുക്ക് ഹെയർ ഫോൾ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ശരീരം ഒരു എൻവയോൺമെൻറ്റായിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, നമ്മുടെ സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തിന് പൊതുവെ ഒരു ക്ലൈമറ്റ് കാണത്തില്ലേ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചസ് കാണത്തില്ലേ. ആ സ്ഥലമായിട്ട് നമ്മുടെ ബോഡി വർഷങ്ങളായിട്ട് ചിലപ്പോൾ ജനിച്ചപ്പോൾ തൊട്ടേ അഡാപ്റ്റഡ് ആണ്. ഇപ്പം പറയുകയാണെങ്കിൽ കേരളത്തിന് പൊതുവേ ഒരേ ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റും അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇപ്പോൾ കേരളത്തിലൊരു ചൂടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലത്തെ ചൂടായിരിക്കും, മഴയെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലത്തെ മഴയും തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ നമുക്ക് പൊതുവേ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റുമായിട്ടാണ് നമ്മുടെ ബോഡിയും ഹെയറും എല്ലാം കംപ്ലീറ്റ്ലി അഡാപ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ വേറൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ പോകുമ്പോൾ അവിടെ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും വ്യത്യാസമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിൽ പോയ പോലെ ആ ഒരു ചേഞ്ച് ഭയങ്കര വിസിബിൾ ആയിരിക്കും. കാരണം നമ്മളെ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയല്ല തമിഴ്നാട്ടിൽ. അവിടെ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള എയർ ആണ്. അപ്പോൾ അങ്ങനത്തെ എയറിലോട്ട് പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആവും, ഫ്രിസി ആവും. ഇപ്പം എൻ്റെ പോലത്തെ ഫ്രിസി പോലത്തെ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. എത്ര ഓയിൽ തേച്ചാലും അത് ശരിയാവത്തില്ല. അതുപോലെ തന്നെയാണ് വേറൊരു രാജ്യത്തെത്തുമ്പോൾ തന്നെ. വേറെ രാജ്യമാകുമ്പോൾ ഹ്യൂമിഡിറ്റി വ്യത്യാസം വരും. ഒരേ ചൂടൊക്കെ ആണെങ്കിലും ഓരോ രാജ്യത്തിൻ്റെ ഹ്യൂമിഡിറ്റി ഒക്കെ വ്യത്യാസം വരും. കാരണം സൺ എക്സ്പോഷറൊക്കെ പല രാജ്യങ്ങളിലും പല ഡിഗ്രിയിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുടീനെ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ബോഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുടി ഇത്തിരി ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് അറിയുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ എക്സ്റ്റേണലി ഉള്ള സാധനം മുടി ആയതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് അറിയുന്നു മാത്രം. സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടിട്ട് സ്കിന്നിന് ഒരുപാട് ഡാമേജ് ആവില്ല. പക്ഷേ ഹെയർ എന്ന് പറയുന്നത് അങ്ങനെ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് വരുന്നത്. അല്ലാണ്ട് ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മുടി കൊഴിച്ചിലൊന്നും എക്സ്ട്രാ വരത്തില്ല. ഇത് പേഴ്സണലി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ തൊട്ടേ നാച്ചുറൽ കിണർ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2-3 വർഷത്തിന് മുന്നേ ഇവിടെ പൈപ്പ് കണക്ഷൻ എടുത്തു. അപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടറാണ്. എനിക്ക് മുടി കൊഴിച്ചിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അന്ന് അങ്ങനെയാണ് കൊഴിയുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊഴിയുന്നത്. പക്ഷേ മുടിയുടെ ടെക്സ്ചറിന് വ്യത്യാസം വന്നിട്ടുണ്ട്. മുടി കുറച്ചും കൂടെ ഡ്രൈ ആവും. ക്ലോറിനേറ്റഡ് വാട്ടർ ആകുമ്പോൾ എന്തായാലും ക്ലോറിൻ കണ്ടന്റ് അല്ലേ, അപ്പം മുടി കുറച്ചും കൂടെ ഡ്രൈ ആവും. നാച്ചുറൽ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡ്രൈ ആവും. ഇതേ കണ്ടീഷൻ തന്നെയാണ് ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വരുന്നത്. മുടി കുറച്ചുകൂടെ ഡ്രൈ ആവും. ഇവിടെ റൂട്ട്സിലൊക്കെ ബിൽഡപ്പ് ഉണ്ടാവും. അപ്പം നല്ലൊരു ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴുകി കളയേണ്ടി വരും. ചൂടുവെള്ളത്തിലൊക്കെ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. വെള്ളം മാറി എന്ന് പറഞ്ഞിട്ട് മുടി കൊഴിച്ചിൽ വരെ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് മാറിയതുകൊണ്ടോ നമ്മൾ ജീവിക്കുന്ന പരിസരം മാറിയത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ മൊത്തത്തിലുള്ള ചേഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മുടിയും കൂടെ കൊഴിയുന്നത്. അതതേ മനസ്സിലാക്കിയാൽ മതി.
ഇത്രയൊക്കെയാണ് മുടി കൊഴിച്ചിൽ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും. എന്തൊക്കെ വന്നാലും ഇപ്പോൾ ചിലർ വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെയർ റെമഡീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും മാറാഞ്ഞിട്ടും വർഷങ്ങളായിട്ട് ഇത് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പോയി ഒരു ഡോക്ടറിനെ കാണൂ. നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് വീട്ടിൽ ട്രൈ ചെയ്യാനുള്ളതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് യാതൊരു വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തോ ഉള്ളിൽ എന്തോ നല്ല പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്ന മുടി കൊഴിച്ചിലൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. ആദ്യമേ കയറി ഒരു ഡോക്ടറിനെ കാണണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നും ഒരുപാട് പൈസയൊന്നും നമുക്ക് അത്രയൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ റെമഡീസ് ആദ്യം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു രക്ഷയില്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്തായാലും ഫൈനൽ എന്ന് പറയുന്നത് ഡോക്ടർ തന്നെയാണ് അവസാന വാക്ക്. ഡോക്ടറുടെ അടുത്ത് പോയിട്ടും ശരിയാവാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയും ശരിയാവാത്തില്ലെങ്കിൽ പിന്നെയും തിരിച്ച് നാച്ചുറലോട്ട് പോവാം. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, യൂസ്ഫുൾ ആയി കാണും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ട ടൈം ടേബിളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അവനവൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറെടുത്ത് തന്നെ ശ്രമിക്കുക. ഒരു 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം ചെയ്യില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.